ഇന്ന് വത്സലാസ് കിച്ചണിൽ നമ്മൾ പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ ആ കിഴങ്ങ് കൊണ്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ആ വട. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളു നല്ല സോഫ്റ്റും. വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഈ ഒരു പൂളക്കിഴങ്ങ്, അതായത് മരച്ചീനി, കപ്പ, ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോന്ന് പറയുമല്ലോ. നമ്മൾ പാലക്കാട്ടിലൊക്കെ പൂളക്കിഴങ്ങ് എന്ന് പറയും, അല്ലെങ്കിൽ കപ്പ എന്ന് പറയും. അത് ഈ മാതിരിയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kg ആണ്. ഇതിൻ്റെ ഈ നടുക്കിലത്തെ ഈ നാരെല്ലാം നല്ലപോലെ മാറ്റിയിട്ട് വേണം മുറിച്ചിടാൻ. ഇതിന് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ ഈ കിഴങ്ങൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വേവണം, വെന്തിട്ടെടുക്കാം. ഇപ്പം കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടില്ലേ കിഴങ്ങ്, അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് തിരിച്ചിട്ടെടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. സാധാരണ അസലായിട്ട് വേവണതാണ്. ഇപ്രാവശ്യത്തെ കിഴങ്ങ് കുറച്ച് വേവ് കമ്മിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി നമ്മൾ ആ വടക്ക് ഇടണ സാധനങ്ങളൊക്കെ തന്നെ: ഉള്ളി, പച്ചമുളക്, മല്ലിയില. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, ഒരു ഉള്ളി മുറിച്ചത്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വടക്കി കുഴക്കണം അതേമാതിരി. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളാക്കിയിട്ട് വടക്കി തട്ടിയിടുന്ന മാതിരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ പരത്തിയിട്ട് എണ്ണയിലിട്ടെടുക്കാം. ഇപ്പം ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പരത്തി എണ്ണയിലിട്ടെടുക്കുക. കയ്യിൽ കുറച്ചിങ്ങനെ വെള്ളം തടയി കൊടുത്താൽ മതി. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ സോഫ്റ്റായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല സോഫ്റ്റും ഉള്ളിൽ. നമ്മുടെ വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.